കഴിഞ്ഞ ദിവസം ഞാൻ സമാധാനത്തോടെ ഇരിക്കാൻ എന്താ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, സ്വയം നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ, സ്വയം സന്തോഷിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ലെങ്കിലും ഇതിനു വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ച് നാളായിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും സന്തോഷത്തെ കാത്തിരിക്കുന്നവരാണ് അല്ലേ? പക്ഷേ സന്തോഷം ആരും നമുക്ക് കൊണ്ടു തരില്ല, അത് നമ്മുടെ ഉള്ളിലുള്ള ആളാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾക്കൊരു ജോലി കിട്ടി, വലിയ ശമ്പളമൊന്നും അല്ലെങ്കിലും അയാൾക്കതിൽ പൂർണ്ണ തൃപ്തിയായിരുന്നു, അയാൾ സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ അതേ ക്വാളിഫിക്കേഷനുള്ള ഒരാൾ ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് കാറും വീടും ഒക്കെ വാങ്ങി സ്റ്റാറ്റസൊക്കെ ഇട്ടേക്കുന്ന സ്റ്റാറ്റസ് അയാൾ കാണാനിടയായി. പെട്ടെന്ന് അയാളുടെ ഉള്ളിൽ ഗിൽറ്റ് അടിക്കാൻ തുടങ്ങി. എൻ്റെ അതേ ക്വാളിഫിക്കേഷൻ, എൻ്റെ അതേ പ്രായം, എന്നിട്ടും അവന് സ്വന്തമായിട്ട് വീട്, കാറ്, എനിക്കെന്തുണ്ട്? അതുവരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇരുന്ന ആൾ പെട്ടെന്ന് മറ്റൊരാൾ കമ്പയർ ചെയ്തതോടുകൂടി അയാളുടെ സന്തോഷം പോയി. അപ്പോൾ കമ്പാരിസൺ ചെയ്ത് നമ്മുടെ സന്തോഷത്തെ നമ്മൾ കളയണമെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കുക. രണ്ടാമതായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറച്ച് നല്ല ആളുകളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മളൊന്നും കൂടി ഹാപ്പി ആവും അല്ലേ? പക്ഷേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക്കാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു മെൻ്റലി തളർത്തി കളയുന്ന ആളുകളാണെങ്കിൽ അത് നമുക്കൊരിക്കലും സന്തോഷം തരില്ല. അപ്പം നമ്മുടെ കൂട്ടം നല്ലവരായ ആളുകളാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം, അപ്പോൾ നമ്മൾ ഹാപ്പിയാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലീവ് ഇൻ പ്രസൻറ്റ്, അതായത് പ്രസൻറ്റിൽ ജീവിക്കുക. ചില ആളുകളുണ്ട്, ഇന്നലെ എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് പിന്നെ ഇനി ഭയങ്കര തളർന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ. പക്ഷെ അങ്ങനെയല്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു പോയി, ഇനി വരാനുള്ള ലൈഫ് നമ്മൾ ജീവിക്കണം. ചില ആളുകളുണ്ട്, അയ്യോ ഇനി എന്ത് നടക്കും എന്നോർത്ത് ആദ്യം ഇടിച്ച് പേടിച്ചിരിക്കുന്ന ആളുകൾ. അങ്ങനെയും ചെയ്യരുത്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് ഇപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും കാര്യം കുറച്ച് സ്പിരിച്വലാണ്. അതായത് നമ്മളൊരു അരമണിക്കൂർ ഡെയിലി ദൈവത്തോട് സംസാരിക്കുക. അതായത് റീജിയനിലുള്ള ആളുകൾ അതാത് കാര്യങ്ങൾ ചെയ്യുക. മുസ്ലിംസ് ആണെങ്കിൽ 5 നേരം നമസ്കരിക്കുക. നമസ്കാരത്തിന് ശേഷം വേഗം എഴുന്നേറ്റ് ഓടിപ്പോവാതെ കുറച്ച് നേരം ഒന്ന് ദൈവത്തോട് സംസാരിക്കുക. അവൻ തന്ന കാര്യങ്ങൾക്ക് അവനോട് നന്ദി പറയുക, അല്ലെങ്കിൽ അവനോട് പരാതി പറയുക. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടുക. പിന്നെ നമുക്ക് നന്ദി പറയാം. എന്തൊക്കെ നല്ലത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ആളായിരുന്നു. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കാറേ ഇല്ല. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു, ഒന്നിലൊരു തൃപ്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. എന്ന് തൊട്ടാണോ ഞാൻ കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ തുടങ്ങിയത്, അതിന് നന്ദി പറയാൻ തുടങ്ങിയത് എന്ന് തൊട്ടാണോ അന്ന് തൊട്ടാണ് എനിക്ക് സന്തോഷം കിട്ടിയത്. അതുകൊണ്ട് നമ്മളെപ്പോഴും താങ്ക്ഫുള്ളായിരിക്കുക കിട്ടിയതിനെ ഓർത്ത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും സന്തോഷം കിട്ടും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പറ്റുമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.